പൂനെയിലുള്ള ഹേരംബ് കർമാർക്കർ 30 വയസ്സുകാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് കിട്ടി. അവരെല്ലാം സന്തോഷം കൊണ്ട്, അത് ഞായറാഴ്ചയാണ് കിട്ടുന്ന, കഴിഞ്ഞ ഞായറാഴ്ച ആ മെസ്സേജ് കിട്ടിയപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ, ഞങ്ങളുടെ കപ്പൽ സുരക്ഷിതമായിട്ട് കടന്നുപോയി, അത് സുരക്ഷിത മേഖലയിൽ ഞങ്ങൾ എത്തി. അപ്പോൾ എല്ലാവരും ഭയന്നിരിക്കുകയായിരുന്നു. ഭയക്കാനുള്ള കാരണം കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കുണ്ടല്ലോ, അതിലേക്കൂടെ ഏതാണ്ട് ഈ നമ്മുടെ ലോകത്ത് തന്നെ ഉള്ള ഇന്ധന വ്യാപാരം നടത്തുന്നതിൽ, ഇന്ധന കടത്തിൽ ഏതാണ്ട് 5% പോകുന്നത്, 20% പോകുന്നതും ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. അതായത് 1/5, അതായത് 20%, 1/5 കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. അപ്പോൾ അതേപോലുള്ള ഒരു കപ്പലിൽ, അതായത് സൈപ്രസ് ഫ്ലാഗുള്ള, പതാകയുള്ള ഒരു വാണിജ്യ കപ്പൽ GFX ഗാലക്സി എന്ന് പറയുന്ന കപ്പലിൽ സെക്കൻഡ് എഞ്ചിനീയർ ആയിട്ട് ജോലിയിലായിരുന്നു ഈ 30 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ. അദ്ദേഹം പൂനെക്കാരനാണ്. അദ്ദേഹം ഇതിൽ വളരെ സ്തുത്യർഹമായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷകരമായിട്ട് ഉള്ള ജോലിയാണ്. പക്ഷേ ഈ ഹോർമൂസ് വഴി കടന്നു പോകേണ്ടതാണ് എന്നുള്ളത് അറിഞ്ഞപ്പം മുതൽ ആ കപ്പലിലുള്ള, അതിൽ 11 ഇന്ത്യക്കാരാണ് ഉള്ളത് ആ കപ്പലിൽ, ഇദ്ദേഹം ഉൾപ്പെടെ, അതായത് ഈ ഹേരംബ് കർമാർക്കർ ഉൾപ്പെടെ 11 പേരാണ് ഇന്ത്യക്കാരായിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാം ഭയചകിതരായിട്ടിരിക്കുകയായിരുന്നു. കാരണം ഒരു വലിയ അങ്കലാപ്പാണ്, ഇതുവഴി കടന്നു പോകണം, ഒരു വലിയ അപകട മേഖലയിലുള്ള കടന്നു പോകുന്നതാണ്. അവിടെ മൈനുകളുണ്ട്, അത് കൂടാതെ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്, അത് അതായത് IRG എന്ന് പറയുന്ന ആ സംഘടന, അവരുടെ അറ്റാക്ക് ഏത് സമയം ഉണ്ടാകാം. പിന്നെ ഇത് കൂടാതെ തന്നെ വളരെ നല്ല തലയ്ക്ക് സുഖമുള്ള ട്രംപുണ്ടല്ലോ, അതുപോലെ US-ൻ്റെ അറ്റാക്കും വരും. എപ്പോഴാണെന്ന് അറിയത്തില്ല, ആരെ അറ്റാക്ക് ചെയ്യുന്നൊന്നും അറിയത്തില്ല, വരും. പിന്നെ ഇത് ഇറാനെ അറ്റാക്ക് ചെയ്തതെന്നുള്ളതും അല്ലെ അമേരിക്കയാണ് അറ്റാക്ക് ചെയ്തതെന്നും വരുത്തുന്ന വിധത്തിൽ ഇസ്രായേലും ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പൊട്ടിക്കും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒമാൻ തീരത്താണ് ഉണ്ടായിരുന്നപ്പോഴാണ്, ഈ കപ്പൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഞായറാഴ്ച ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഹേരംബ് കർമാർക്കർ വീട്ടിലേക്ക് അതായത് മെസ്സേജ് അയച്ചു, ഞങ്ങളുടെ കപ്പൽ സുരക്ഷിതമായിട്ട് ഇതുവഴി കടന്നുപോയി, ഞങ്ങൾ സുരക്ഷിത മേഖലയിലെത്തി. എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കാരണം വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു വീട്ടുകാർ. അപ്പോൾ ഏതായാലും അദ്ദേഹം വളരെ സുരക്ഷിതമായിട്ട് എത്തിയല്ലോ, വളരെ സന്തോഷമായി. അവരങ്ങനെ സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് അതിന് തൊട്ട് പിന്നാലെയാണ് അടുത്ത വിവരം എത്തുന്നത്. ഈ ഹേരംബ് കർമാർക്കർ കൊല്ലപ്പെട്ടു, ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വന്ന വിവരം. അതായത് ഈ വിവരം ഇതങ്ങോട്ട് ഈ മെസ്സേജ് അയച്ചു, അടുത്തതായിട്ട് ഉടനെ തന്നെ ഈ കപ്പലിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അത് US സെൻട്രൽ കമാൻഡിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ ആക്രമണത്തിലാണ് ഈ കപ്പലിന് അപകടം ഉണ്ടായതെന്നും ഇദ്ദേഹം ഈ സെക്കൻഡ് എഞ്ചിനീയർ കൊല്ലപ്പെട്ടതെന്നും ഉള്ള വിവരമാണ് പുറത്തു വരുന്നത്. അത് അവരുടെ കയ്യിൽ നിന്നുള്ള ന്യൂസാണ്. അതുകൊണ്ട് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. പക്ഷേ എന്തായാലും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒമാന അധികൃതരുമായിട്ടും ബന്ധപ്പെട്ട് വീട്ടുകാരും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 11 ഇന്ത്യക്കാരിൽ 10 പേരെയും രക്ഷപ്പെടുത്തി. പക്ഷേ ഈ ചെറുപ്പക്കാരൻ, 30 വയസ്സുകാരൻ മാത്രമാണ് അതിൽ കൊല്ലപ്പെട്ടത്. എന്ത് കഷ്ടമെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. സന്തോഷത്തോടുകൂടി ഇരിക്കേണ്ട ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ ഇങ്ങനെ ഈ കടന്നുപോയി എന്നറിഞ്ഞപ്പോൾ ഉള്ള സന്തോഷം വളരെ വലുതായിരുന്നു. ഈ മെസ്സേജ് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ അറ്റാക്ക് നടന്നേക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയായിരിക്കും ഇതെന്ന് വീട്ടുകാരും കരുതിയില്ല. അദ്ദേഹവും കരുതി കാണത്തില്ലല്ലോ.
ഏതായാലും അത് അന്ത്യയാത്രയുടെ ഒരു സന്ദേശമായിരുന്നു എന്ന് കരുതിയാൽ മതി. ഇതുപോലെ ആളുകൾ കൊല്ലപ്പെടുന്ന ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നമുക്ക് എന്തറിഞ്ഞിട്ടാണ്? ഈ വാണിജ്യ കപ്പലിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് പ്രത്യേകിച്ച് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അവർക്ക് സുരക്ഷിതമായിട്ട് അവർക്കതിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, സുരക്ഷിതരായിരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് വിശ്വസിച്ചാണ് അവർ ജോലി ചെയ്യേണ്ടത്? അതിനകത്തൊക്കെ അത്ര വളരെ ബുദ്ധിമുട്ടിയാണ് അവർ കഴിഞ്ഞു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇങ്ങനെയുള്ള ഈ കാര്യം വളരെ സങ്കടകരമല്ലേ? എന്ത് സേഫ്റ്റി ഉദ്ദേശിച്ചാണ് ഈ ചെറുപ്പക്കാരെയൊക്കെ ആ വീട്ടുകാർ ഇതുപോലെ അയക്കുന്നത്? മർച്ചൻ്റ് നേവിയിലൊക്കെ ജോലി ചെയ്യുന്ന എത്രയോ പേരുണ്ട്. നമ്മുടെ നേവി അല്ലല്ലോ, മർച്ചൻ്റ് നേവി അല്ലേ. അപ്പോൾ അതിനകത്ത് ഒരുപാട് കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് എനിക്ക് ഒരുപാട് കാണാനിട വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേരുടെ കേസുകൾ നടത്തിയിട്ടുണ്ട്. ഇതുപോലെ കപ്പൽ മുങ്ങി അപകടത്തിലൊക്കെ പോയി ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടേതും ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഈ പഴയ കപ്പലുകളുണ്ടല്ലോ, നല്ല തുക ഇൻഷുർ ചെയ്തു കമ്പനികൾ. വളരെ പ്രായാധിക്യമുള്ള കപ്പലായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഈ അയൺ ഓറൊക്കെ കയറ്റി വരുന്ന കപ്പലുകളുണ്ട്. അതൊക്കെ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഇതിൻ്റെ ഉടമസ്ഥർ അവർ നോക്കുമ്പോൾ ഈ കപ്പൽ പണിതെടുക്കാൻ വലിയ തുക കൊടുക്കണം. വലിയ തുക എന്ന് പറഞ്ഞാൽ 100 കണക്കിന് കോടികളാണ് അതിന് ചിലവാക്കേണ്ടത്. അപ്പം അതിന് എളുപ്പമാർഗം അങ്ങ് ചെയ്യും, ഇതങ്ങ് മുക്കി അതിനകത്ത് ജോലിക്കാർ മാത്രമല്ല പോകത്തുള്ളൂ, ഈ ഓണർ പോകത്തൊന്നുമില്ലല്ലോ, അയാളെ കപ്പലിലില്ലല്ലോ. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത് നേരിട്ട് അറിയാവുന്ന 1-2 കാര്യങ്ങളുള്ളതിലാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു കേസ് ഞാൻ അതിൻ്റെ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ പണ്ട് ഞാൻ അഭിഭാഷകനായിരിക്കുമ്പോൾ, അപ്പോൾ അങ്ങനെ കൊല്ലപ്പെട്ടു പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് ഒരു വശത്ത് ആ അപകടം. പിന്നെ അടുത്തത് ഇപ്പോഴുണ്ടാകുന്ന ഈ തോന്നിവാസം, ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ 2-3 രാജ്യങ്ങൾ ചേർന്ന് കാണിക്കുന്ന ഈ തോന്നിവാസങ്ങൾക്ക് വില കൊടുക്കേണ്ടത് ആരാന്നറിയോ? പാവപ്പെട്ടവരുടെ ജീവനാണ് ഇതിന് കൊടുക്കേണ്ടത്. പാവപ്പെട്ട ഒരുപാട് കുടുംബങ്ങളാണ് ഇത് വഴിയാധാരമായി പോകുന്നത്. എത്ര പേരാണ് ഇതുപോലെ മനസ്സറിയാതെ മരിക്കുന്ന? എത്ര പേരാണ്? അവർ തെറ്റ് ചെയ്തിട്ടാണോ? ഒന്നുമല്ലല്ലോ. അവർ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുകയാണ്. ആ ജോലിയുടെ ഇടയിൽ ഇതേപോലുള്ള അപകടങ്ങളല്ല, വരുത്തി വെക്കുന്ന അപകടമൊന്നും ഇതിന് പറയാൻ ഒക്കത്തില്ല. ഈ ആക്രമണത്തിലൂടെ ആണ് ഈ കൊലപാതകങ്ങൾ മനഃപൂർവ്വം നടത്തുകയാണ്. ഈ രീതിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. കപ്പൽ ആക്രമിക്കുമ്പോൾ അതിനകത്തുള്ള ആളുകൾ കൊല്ലപ്പെടും എന്നുള്ള വിവരം, അവരുടെ ജീവഹാനി ഉണ്ടാവും, അല്ലെങ്കിൽ അംഗഭംഗം ഉണ്ടാവും എന്നറിയാൻ വയ്യാത്തൊന്നുമല്ലല്ലോ. പക്ഷേ അത് ഇങ്ങനെ ചെയ്യും. എന്ത് ചെയ്യാനൊക്കും? ഇത് ട്രംപ് ഇവിടെ ചുങ്കം ഏർപ്പെടുത്താൻ പോകുന്നു. 20% അയാൾക്ക് അവിടെ അമേരിക്കയ്ക്ക് കൊടുക്കണമെന്ന്. അത് മെനഞ്ഞാന്നുള്ള വെളിപാടായിരുന്നു, ഇന്നലെ ഉള്ള വെളിപാടായിരുന്നു അത് കൊടുക്കണമെന്ന്. ഇന്നലെ അദ്ദേഹത്തിന് രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പം വെളിപാട് പുതിയതുണ്ടായി, അത് ആവശ്യമില്ലെന്ന്. അങ്ങനെ വേണ്ട, 20% വേണ്ട, ഒഴിവാക്കി. 20% താരിഫ്. ഇയാൾക്ക് എന്തോ ഉദ്ദേശിച്ചാണ് ഈ താരിഫ് കൊടുക്കേണ്ടത്? ഇനിയിപ്പോൾ ഇന്ത്യ നമ്മൾ താമസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലതും കൊടുക്കണമെന്ന് ഇയാൾ പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരത്തില്ലേ? നമ്മുടെ പ്രധാനമന്ത്രി ഓർക്കത്തില്ല, ഇതിന് പ്രതികരിക്കത്തുമില്ല. ഏതായാലും ഈ പാവപ്പെട്ട ഇയാളുടെ ഈ കർമ്മക്കാർക്കരുടെ അച്ഛൻ ഒറ്റ പ്രാർത്ഥനയെ അപേക്ഷയുള്ളൂ ഗവൺമെൻറ്റിൻ്റെ അടുത്ത്, ആ മൃതദേഹമെങ്കിലും അവൻ്റെത് കേടുപാട് കൂടാതെ എത്തിക്കണേ എന്നുള്ളത്. അതെങ്കിലും നടക്കട്ടെ, അങ്ങ് നമുക്ക് പ്രതീക്ഷിക്കാം.